എൻ്റെ പുള്ള പറഞ്ഞിട്ടുണ്ട്, അമ്മ നമ്മളെ ജീവിപ്പിക്കാത്തവരാരെയും ജീവിപ്പിക്കരുതെന്നാ പറഞ്ഞത്. രാജേശ്വരി അമ്മയ്ക്ക് ഇപ്പൊ കാശിന്റെ ആവശ്യമില്ലല്ലോ. രാജമാണിക്കാണ് ഇങ്ങനെ ചോദിച്ചത് തന്നെ. അപ്പൊ സാറിന് ഇതിൽ ബന്ധമുണ്ടെന്നുള്ളതാണല്ലോ. സാറ് നിർബന്ധമായിട്ട് പറഞ്ഞ് എന്നോട് ഒപ്പിട്ട പേപ്പർ കൊണ്ട് സാറ് ധൃതി പിടിച്ച് പോവുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചോ, പൈസ ഇട്ട് ഞങ്ങൾ തരില്ല. എനിക്ക് എപ്പോഴും ആരും കയ്യിൽ നീട്ടി ആരോടും മേടിച്ച് തിന്നണം എന്നുള്ള ആഗ്രഹക്കാരിയല്ല ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെ പിള്ള കേൾക്കണുണ്ടാവും, നമ്മളെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണുമല്ലോ. ആരുടെ കയ്യിലാണ് ഈ പൈസ ഉള്ളതെന്നാണ് അമ്മ വിശ്വസിക്കണേ? അത് എന്നോട് രാജമാണിക്കം പോയപ്പോ പറഞ്ഞത് ഇങ്ങനെയാ. സാറ് പറഞ്ഞപ്പോ കാശിന്റെ ആവശ്യമില്ല, 10 കൊല്ലം കഴിഞ്ഞിട്ട് പോരെന്ന് വെച്ചു. അപ്പൊ സാറിന് ഇതിൽ ബന്ധമുണ്ടെന്നുള്ളതാണല്ലോ എനിക്ക് വിഷയം. എൻ്റെ സാറിൻ്റെ പേരിൽ എന്നോട് ചോദിച്ചു പോലുമില്ല. എൻ്റെ സാറിൻ്റെ പേരിലും കൂടെ കൊണ്ടുപോയി ഓയിൻ്റെ അക്കൗണ്ടാക്കി. എന്നോടൊരു വാക്ക് ചോദിക്കണമല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നോട് ചോദിച്ചില്ല. ഇതെന്തൊക്കെയാ ചെയ്യണ്ടേ എന്നോട് ചോദിച്ചില്ല. പല കാരണത്തിനും കാശൊക്കെ എടുത്ത് വീട് അക്കൗണ്ട് അപ്പോ രാജമാണിക്യം സാറിന്റെയും അമ്മയുടെയും എൻ്റെ പേരിലും സാറിൻ്റെ പേരിലും കൂടെ ചേർത്താണ് അത് അക്കൗണ്ട് ആക്കിയേക്കണത്. ഈ എങ്ങനെയാണോന്നും നീ അപ്പൊ അന്ന് കൊച്ചു മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുതിയ വീട്ടിലേക്ക് കയറി താമസിച്ചെന്ന് തോന്നണു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, എന്നോട് അന്ന് പുതിയ SI സാറുമാരായിരുന്നു ജിഷയുടെ കേസ് നടത്താൻ. ആദ്യം വന്ന സാറുമാർ ശരിയല്ലായിരുന്നു, രണ്ടാമത് ഇട്ട ശരിയാണ്, പിന്നെ രണ്ടാമത് വന്നാണ് സാറുമാരാണ് സർക്കാരിൽ നിന്ന് ഇട്ട ഉദ്യോഗസ്ഥന്മാർ വന്നാണ് കേസ് നടത്തി. അതിൽ നിന്ന് ഉണ്ടായിരുന്ന SI സാർ എന്നെ ആലുവ SP ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആലുവ SP ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സാറേ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴാണ് സാറ് പറഞ്ഞത്, രാജേശ്വരി അമ്മയ്ക്ക് അനവധി പണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയണ പണം വന്നു. അതുവരെ എൻ്റെ കൊച്ചിന്റെ ജ്വരമായിരുന്നു എൻ്റെ തലയിൽ. അതുവരെ അമ്മയുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. ഇല്ല, ഞാൻ ആശുപത്രിയിലായിരുന്നു. 4 മാസം വരെ ഞാൻ ആശുപത്രിയിലായിരുന്നു. ഈ 4 മാസം വരെ എൻ്റെ കൂടെ വനിതാ പോലീസ് ഉണ്ട്, എല്ലാ സാറുമാർ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എങ്ങനെ കാശിന് പോയിട്ടില്ല എന്നുള്ള അവരുടെ ഇടയിൽ ഞാൻ നിൽക്കണ ആള്. കാശിന് പോയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. കൊച്ചു മരിച്ച് 3-4 ദിവസം ആയപ്പോഴത്തേക്കും സാറ് പറഞ്ഞു എനിക്ക് സ്ഥലം മാറ്റാന്ന്. കൊച്ചു മരിച്ചപ്പോഴത്തേക്കും കളക്ടർ രാജമാനത്തേക്കും തന്നെ സ്ഥലം മാറ്റം വന്നു. അതിനു മുമ്പ് സാറിന് സ്ഥലം മാറ്റം ഉണ്ടായില്ല. സാറ് ഓണയ്ക്കുമ്പോഴാണ് ഈ ഭൂമിക്ക് അപേക്ഷിച്ചതും ഭൂമി തന്നതും ഒക്കെ. പക്ഷെ എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിക്രിയ നടക്കുമെന്ന് എനിക്കുണ്ടായില്ല. സ്വപ്നത്തിൽ പോലും ഓർക്കാത്തൊരു സംഭവം അത്. എൻ്റെ കൊച്ചു നഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ സാറ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥലം മാറ്റാണ്. രാജേശ്വരി അമ്മയ്ക്ക് ഇപ്പോൾ കാശിൻ്റെ ആവശ്യമില്ലല്ലോ. രാജമാണിക്കാണ് ഇങ്ങനെ ചോദിച്ചത് തന്നെ. രാജേശ്വരി അമ്മയ്ക്ക് ഇപ്പോൾ കാശിൻ്റെ ആവശ്യമില്ലല്ലോ. ജനങ്ങളോട് പിരിച്ച് മൊത്തം വന്ന പണങ്ങളൊന്നും എനിക്കിപ്പോൾ കാശിൻ്റെ ആവശ്യമില്ലല്ലോ. അതാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം. ആ തെറ്റിദ്ധാരണ ഇത്രയും ചാനലുകാരോട് ഞാൻ പറഞ്ഞു, ഈ കാശ് ഞാൻ കണ്ടിട്ടില്ല എന്ന്. എന്തുകൊണ്ട് ഈ കാശ് കൈ കൊടുത്ത ആൾക്കാരോട് ചോദിക്കാത്തത്? എന്താണ് അവിടെ മാത്രം അന്വേഷിക്കാത്ത? അവിടെ എന്താണ് മൂട്ടി വെച്ച് മറ പിടിച്ചേക്കണേ? ഈ പൈസകള് ആർക്കടെ കയ്യിലാണ് ഈ ജനങ്ങൾ കൊടുത്തേക്കണേ? ആ പൈസ ആരുടെ കയ്യിലാണെന്ന് കണ്ടെത്തണം. പക്ഷെ അന്ന് കളക്ടറും കൂടി ഉള്ളത് കൊണ്ട് കളക്ടർ പോയപ്പോൾ എന്നോട് പറഞ്ഞില്ല, ചോദിച്ചില്ല. അവർ വീട് പണിയാൻ അതിനിടക്കൂടെ അന്ന് കളക്ടർ പോണേക്ക് മുമ്പ് വീട്ടിൽ തകൽസാറിനെ വിട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നിസ്സാരം 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള, എന്നാലും നല്ലോണം വായിക്കാനും ഇംഗ്ലീഷൊന്നും വായിക്കില്ല, Aയും B ഒക്കെ ഓരോന്നൊക്കെ എന്നല്ലാതെ. കടിച്ചാൽ പൊട്ടാത്ത ഇത്രയും വലിയൊരു പേപ്പറിനകത്ത് ഈ കളക്ടർ രാജമാണിക്ക ഇംഗ്ലീഷിൽ എഴുതിയൊരു പേപ്പർ കൊടുത്തു വിട്ടു. എന്തിനാണ് ഇംഗ്ലീഷിൽ എഴുതിയൊരു പേപ്പർ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നു? ഈ സാറ് പറഞ്ഞോട്ടെ, ഈ സാറ് എനിക്ക് മലയാളം വായിക്കാനേ അറിയുള്ളൂ, ഇത്തരം വിദ്യാഭ്യാസവും ഇല്ലാന്നും ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത ഒരാളുടെ കയ്യിൽ ഇംഗ്ലീഷിലൊരു പേപ്പർ കൊടുത്തിട്ട് എന്നെ പറ്റിക്കാനും ചതിക്കാനും അല്ലേ അത് ചെയ്തത്? അല്ലേ? അല്ലെങ്കിൽ സാറിന് മലയാളത്തിൽ എഴുതിയ പേപ്പർ കൊടുത്താൽ പോലെ എനിക്ക് വായിച്ച് മനസ്സിലാവേണ്ടത്? എന്തിനാണ് എൻ്റെ കൈപ്പടം ഒപ്പിടിച്ച് ഒരു പേപ്പറിനകത്ത് ഇംഗ്ലീഷിൽ എഴുതിയ പേപ്പറിനകത്ത് എൻ്റെ കൈപ്പടം ഒപ്പിടിച്ച് മേടിച്ചുകൊണ്ട് പോകണം? എൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? എനിക്കറിയണ്ടേ? അത് മലയാളത്തിൽ എൻ്റെ അടുത്ത് എഴുതി കൊണ്ടുവരേണ്ട പേപ്പറാണ്. കൂടെ ആ പേപ്പർ രാജമാണിക്ക സാറ് അന്നിരുന്ന തകൽ സാറിന്റെ കയ്യിലാണ് ഈ പേപ്പർ വീട്ടിലേക്ക് കൊടുത്തു വന്നത്. വന്നപ്പോൾ ഈ സാറും പറയണ്ടേ, ഈ വന്ന സാറും പറയണ്ടേ ഇംഗ്ലീഷാണ് ഈ പേപ്പറിൽ. ചേച്ചിക്ക് വല്ലതും മനസ്സിലായോ? ആ സാറ് പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നെ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഞാൻ ചോദിച്ചു, സാറ് ഇത് ഇംഗ്ലീഷാണല്ലോ, ഇതിനകത്ത് എങ്ങനെയാ ഞാൻ ഒപ്പിടണേ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇത് സാറ് മിണ്ടല്ല. സാറ് കളക്ടർ വേഗം ചെല്ലാൻ പറഞ്ഞു. ചേച്ചി വേഗം ഒപ്പിട് ധൃതി പിടിക്കാണ് തരൽ സാറേ. അപ്പം ഞാൻ പുറത്തൊക്കെ നോക്കണ്ട്, ആരെങ്കിലും പഠിത്തമുള്ള പിള്ളേരെ ആരെ കൊണ്ടെങ്കിലും ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇവർക്ക് ഒപ്പിട്ട് കൊടുക്കാൻ നോക്കും. അപ്പോൾ കൊച്ചിൻ്റെ കാര്യം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സാറ് വരുന്ന സമയത്ത്. വേഗം പോകണം, സാറ് വേഗം ചെല്ലാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു തകൽ സാറ്. അതെന്തിൻ്റെ പേപ്പറായിരുന്നു എനിക്കറിയില്ല, ഇംഗ്ലീഷാണ് എഴുതിയേക്കണം. ഇംഗ്ലീഷാണ് മുഴുവനും, മലയാളേ ഇല്ല അതിൽ, ഒന്നും വായിച്ച് മനസ്സിലാക്കാൻ പോലും. അപ്പോൾ സാറ് കുതിർത്തി കിട്ടിയപ്പോൾ സാറ് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിടാണ്ട് കുറേ നേരം ആലോചിച്ചു ഇതെന്താണെന്നറിയണം. പിന്നെ സാറ് പറഞ്ഞു എനിക്ക് വേഗം പോകണം, ചേച്ചി ഒപ്പിടുന്നു പറഞ്ഞു. ഒപ്പിടണേക്ക് മുമ്പ് സാറ് പറയണോ ചേച്ചി ഇത് നിർമ്മാണ ഭവന ഫണ്ടിലേക്കാണ് ഈ കാശ് എടുക്കുന്നത് എന്നൊന്ന് അറിയിക്കണോ പറയണ്ട്. അത് മലയാളത്തിൽ എഴുതി പേപ്പർ കൊടുത്തു വിടുകയാണോ എന്നെ കൊണ്ട് എന്നിട്ടല്ലേ ഒപ്പിടിക്കേണ്ട കാര്യമുള്ളൂ. ഇവരെ ഒപ്പിട്ട് സാറ് നിർബന്ധമായിട്ട് പറഞ്ഞ് എന്നോട് ഒപ്പിടിച്ചു സാർ അവിടെ 3 സ്റ്റെപ്പുണ്ട് വഴിയിലേക്ക് കിടക്കണേ. ആ 3 സ്റ്റെപ്പ് കയറിക്കുമ്പോൾ സാർ പോകാൻ പറ്റേന്ന് പറഞ്ഞു. ഒപ്പിട്ട പേപ്പറുണ്ട്, സാറ് ധൃതി പിടിച്ച് പോവുക. സാറേ ഇത് എന്താണെന്നറിയാണ്ട് ഞാൻ ഒപ്പിടണേ എങ്ങനെയാണ്, ഇത് എനിക്ക് സാറ് വേഗം ചെല്ലാൻ പറഞ്ഞു, ഇതിൽ ചേച്ചിനെ കൊണ്ട് ഒപ്പിടിക്കാൻ പറഞ്ഞെന്നാണ് തകൽ സാറ് കളക്ടർ പറഞ്ഞു വിട്ടെന്നും പറഞ്ഞാണ്. സാറ് പോണ മുമ്പ് ഞാൻ ഇങ്ങോട്ട് കീപ്പൊട്ടിക്ക് വിളിച്ചിറക്കി. ഒരു കുഴി പോലെയാണ് വീടിരിക്കണേ. സാറിങ്ങ് വന്നേന്ന് പറഞ്ഞു. ഇതെന്തിനുള്ള പേപ്പറാ സാറ് എന്നെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് പോകണമെന്ന് ചോദിച്ചു. പുലയ സംഘടനയുടെ ആൾക്കാർ ഒരു 8.4 ലക്ഷത്തിൻ്റെ ചെക്ക് അന്നൊരു SI സാറും കൂടെ കൂടിയാണ് ഈ പൈസയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നത്. ആ പൈസയെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു കന്യാസ്ത്രീമാരും ആ കന്യാസ്ത്രീ മഠത്തിൽ പഠിച്ച ഒരു സാറ് പോലീസായിരുന്നു, അവരെല്ലാവരും കൂടെ വന്നു. ഒരു 20,000 രൂപ ആകെ എൻ്റെ കയ്യിൽ കിട്ടിയ പൈസ. 8.5 ലക്ഷം ഒരു 20,000 രൂപ. പിന്നെ പോകാൻ നേരത്തെ എന്നെ വണ്ടി ഇടിച്ചപ്പോൾ 2 ഞരമ്പ് ഇതിൻ്റെ ഉള്ളിൽ മുറിഞ്ഞ് കിടക്കണ്ടേ. അന്ന് കളക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ സാറേ എൻ്റെ കൈ സാഞ്ചാശുപത്രി ചികിത്സയ്ക്ക് വെച്ചപ്പോൾ 2 ലക്ഷം രൂപയാണ് സാബു റീസ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പുറമേ നിന്നൊരു ഡോക്ടർ വരും, അവിടെ അഡ്മിറ്റ് ആവുന്നതിൻ്റെ മെഡിസിൻ്റെ എല്ലാ ബില്ലും കൂടെ കൂടിയാണ് ഇവർ 2 ലക്ഷം പറഞ്ഞത്. അപ്പോൾ സാറ് ആ 2 ലക്ഷം രൂപ എനിക്ക് ചികിത്സയ്ക്ക് തന്നിട്ടുണ്ട്. തന്നു എന്ന് പറഞ്ഞെങ്കിലും ഈ 8.4 അവിടെ കിടക്കുമ്പോഴാണ് ഈ പൈസ ഞാൻ ചോദിച്ചേക്കണത്. മനസ്സിലാക്കണം നിങ്ങൾ, മറ്റേ പൈസയൊന്നും അല്ല, ഈ പൈസകളൊന്നും അല്ലാത്ത ഈ സംഘടനക്കാർ കൊണ്ട് തന്നെ 8.4 ലക്ഷം. ഈ 8.4 ലക്ഷം രൂപ രാജമാണിക്യൻ സാറിന്റെയും അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് എല്ലാം മൊത്തം ആ ഒരു അക്കൗണ്ടിലേക്ക്, ആ ഒറ്റ അക്കൗണ്ടിലേക്കാണ് ഇട്ടേക്കണേ. അപ്പൊ ആ പൈസ എന്നാണ് നിങ്ങളെല്ലാവരും ഈ സംഘടനക്കാർ തന്ന പൈസ എന്നാണ് ഞാൻ എടുത്തത്. അപ്പൊ അവിടെ ഓഫീസ് ബാങ്കിൽ ചെന്ന് എടുത്തു പൈസ. അല്ല, അപ്പോഴൊക്കെ സാറന്മാര് പൈസ ചോദിച്ചപ്പോ ബാങ്കിൽ ചെന്ന് പൈസ ചോദിച്ചപ്പോ മാനേജർ പറയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചോ, പൈസ കിട്ടി ഞങ്ങൾ തരില്ല. അങ്ങനെ ഒരു മാനേജർ, ബാങ്ക് മാനേജർ പറയണ എന്തിനാ? അവിടെ നിന്ന് തുടങ്ങി കളവ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നോട് ചോദിക്കാതെ വീട് പണിയാൻ ഇവർ കാശ് എടുത്തു. സാർ എടുത്തോട്ടെ, എടുക്കുമ്പോൾ എൻ്റെ കൈപ്പട കളക്ടർ രാജമാണിക്കൻ സാറാണ് പഴയ വീട് പുതിയ വീട് പണിത് തന്നെ. അപ്പൊ പുതിയ വീട് പണിയുമ്പോൾ കട്ട ഇറക്കിയിട്ടുണ്ടായിരുന്നു, തറയ്ക്ക് കരിങ്കല്ല് ഇറക്കിയിട്ടുണ്ടായിരുന്നു, കട്ടിലും ജനലും വാതിലും മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ വീടിന് വേണ്ട കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിൻ്റെയൊക്കെ ബില്ല് കുറയ്ക്കാതെ ഇത്രയും സാധനത്തിൻ്റെയൊക്കെ പൈസകളുടെ കണക്കൊന്നും ഇവർ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അത്രയും കാശ് കുറവ് പോരെ ഇവിടെ വീട് പണിയാൻ, ബാക്കിയുള്ള കാശ് അന്വേഷിച്ച പോരെ. ഇവർ പൊളിച്ചിളക്കി പണിയുമ്പോൾ തറയ്ക്കുള്ള കരിങ്കല്ല് ഇറക്കിയിട്ടുണ്ട്, കരിങ്കല്ലുണ്ട്, കട്ടയുണ്ട്, അങ്ങനെ വേണ്ട കുറേ സാധനങ്ങൾ. വാതിൽ ഇച്ചിരി പഴയതാണെങ്കിലും നന്നാക്കി ഒക്കെ എടുത്ത് അങ്ങനെ തന്ന 3 വാതിലുണ്ടായിരുന്നു, ജനലുണ്ടായിരുന്നു, അലമാരി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാനും മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ബാക്കിയുള്ള സാധനം അവിടെ അന്വേഷിച്ച പോരെ ഈ വീട് പണിയണി. അത് നുണ്ണിക്ക് 2 കുഞ്ഞു മുറിയാണ് പണിതേക്കണം. ഒരു പാട്ടയുടെ അലമാരി, ഒരു കുഞ്ഞു കട്ടിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തോട് ഒലച്ചിരി സ്ഥലമുള്ളൂ കടക്കാൻ. അപ്പം ഈ ഇത്രയും ഒരു കുഞ്ഞ് 2 മുറിയും പണിത ഒരു കുഞ്ഞ്, നിങ്ങൾ കാണുന്ന ആ ബാത്റൂം മൊത്തം തറകൾ പൊളിഞ്ഞു പോയേക്കാം, വാർക്കയുടെ മുകളിൽ കഷ്ണമായിട്ട് പൊളിഞ്ഞുകൊണ്ട് പോയിക്കാം. അതുപോലെ മുറിയിലെല്ലാം മാനത്ത് ഇടിവിട്ട് കിട്ടണ പോലെയാണ് വലിയ വലിയ വിള്ളലും പൊട്ടലും വീഴണം. കഷ്ണം അടുക്കളയിൽ പാകപ്പെടുത്തണോടത്ത് നിന്ന് വിത്തിയിലൊക്കെ പിടിപ്പിച്ചേക്കണ ടൈൽസുകളൊക്കെ ഇടിഞ്ഞു ഒളിഞ്ഞുകൊണ്ടിരിക്കുക. 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയായാലും 30 വർഷം താമസിച്ച സ്ഥലത്ത് 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു കൂര എവിടെയെങ്കിലും വെച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക്. അവരത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പർമാരും അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നല്ലവരായിരുന്നെങ്കിൽ ഇന്ന് ഈ കൊച്ചു മരിക്കുമോ? എന്തുകൊണ്ട് അത് ചെയ്തില്ല അവർ? എനിക്കൊരു ആൺകൊച്ചില്ല,
എൻ്റെ അമ്മയില്ല. അന്ന് അമ്മ ഉണ്ടായിരുന്നു, ഇപ്പം അമ്മയില്ല. അമ്മ മരിച്ചുപോയി. മോളും എന്നെ പൊന്നുപോലെ നോക്കണം മോളാണ് എൻ്റെ ജിഷ മോളും. എൻ്റെ എല്ലാ വിഷമങ്ങളും അവൾക്കറിയാം. ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ്. അപ്പം എൻ്റെ ജിഷ മോളും പോയി, എൻ്റെ അമ്മയും പോയി. അച്ഛനെ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. എന്തുകൊണ്ട് എനിക്ക് എവിടെന്നെങ്കിലും ആരായാലും ഒരു നേരത്തെ ആഹാരം തന്നുന്നതിന് എന്താ തെറ്റുള്ള? പിന്നെ എനിക്ക് എപ്പോഴും ആരും കൈ നീട്ടി ആരോടും മേടിച്ച് തിന്നണം എന്നുള്ള ആഗ്രഹക്കാരിയല്ല ഞാൻ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്. വിശന്നാൽ 2 നേരം 3 നേരമൊക്കെ ഞാൻ ചില സമയം പട്ടിണി ഇരിക്കാറുണ്ട്. ജിഷയുടെ മരണത്തിന് ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ജിഷയുടെ സാന്നിധ്യം അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കും പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല, അവൾക്കും പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ പിള്ള കേൾക്കണുണ്ടാവും. നമ്മുടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. തടിയ മണ്ണി പോകുള്ളൂ ആത്മാവുണ്ടെന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കണേ. അതാണല്ലോ ആലുവ മണപ്പുറത്ത് ബലികർമ്മം ചെയ്യുന്നത് അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് ആ ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ജീവിക്കണേ. അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല. എൻ്റെ മോള് എൻ്റെ ഒപ്പം ജീവിക്കണം. അതുകൊണ്ടാണോ കർമ്മങ്ങൾ ചെയ്യാത്തത്? ഇനി ദീപം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ കൊച്ചിനെ കൊണ്ട് കർമ്മം പോയി ചെയ്യിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ കൊച്ചി എൻ്റെ ഒപ്പം ജീവിക്കണം. അവളുടെ ആത്മാവ് എൻ്റെ ഒപ്പം ഉണ്ടാവണം. എന്തിനാ എന്നെ എൻ്റെ പുള്ള പറഞ്ഞിട്ടുണ്ട്, അമ്മ നമ്മളെ ജീവിപ്പിക്കാത്തവരാരെയും ജീവിപ്പിക്കരുതെന്നാണ് പറഞ്ഞേക്കണം. എന്തായാലും ജിഷ എപ്പോഴും കൂടെ ഉണ്ടാവും, അമ്മയുടെ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അമ്മ പറയുന്നത് കേൾക്കും, എല്ലാം കേൾക്കണ്ടാവും. എൻ്റെ പുള്ള എല്ലാം കേൾക്കണ്ടാവും ഞാൻ പറയണം.